പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഉത്തര മലബാർ ജലോത്സവം തേജസ്വിനി പുഴയിൽ കോട്ടപ്പുറം പാലത്തിന് സമീപം അതിൻ്റെ രണ്ടാം ദിവസത്തെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് പ്രേക്ഷകരിലേക്ക് സീനിറ്റ് ചാനൽ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവെച്ച മത്സരങ്ങളാണ് തിങ്കളാഴ്ച രാവിലെയോടെ നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം വനിതകളുടെ ഫൈനൽ മത്സരം. 15 പേർ തുഴയും വനിതകളുടെ ഫൈനൽ മത്സരം, ഒപ്പം 25 പേർ തുഴയും പുരുഷന്മാരുടെ ഹീറ്റ്സ് മത്സരങ്ങൾ, ഫൈനൽ മത്സരങ്ങൾ. ഇത് രണ്ടുമാണ് തിങ്കളാഴ്ച രാവിലെയോടെ നടന്നത്. തിങ്കളാഴ്ച ആദ്യ രാവിലെ നടന്ന മത്സരത്തിൽ ഒന്നാം ഹീറ്റ്സ് 25 പേർ തുഴയും പുരുഷന്മാരുടെ ഒന്നാം ഹീറ്റ്സ് മത്സരങ്ങളാണ് രാവിലെ 10:30 ആരംഭിച്ചത്. ഒന്നാം ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ മത്സരത്തിൽ AKG മയിച്ച, രണ്ടാം ട്രാക്കിൽ ന്യൂ ബ്രദേഴ്സ് മയിച്ച, മൂന്നാം ട്രാക്കിൽ AKG പൊടോത്തുരുത്തി, നാലാം ട്രാക്കിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം, അഞ്ചാം ട്രാക്കിൽ VBC കുറ്റിവയൽ. പ്രഗത്ഭരായ 5 ടീമുകളാണ് ഒന്നാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. മത്സരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ടീമുകളും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന രീതിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം, ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളാണ്. കാസർഗോഡ് ജില്ലയിൽ വള്ളംകളി പ്രേമികളുടെ ആവേശകരമായ ഉത്തര മലബാർ ജലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രഗത്ഭരായ ടീമുകളാണ് ഒന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. AKG മയിച്ച, ന്യൂ ബ്രദേഴ്സ് മയിച്ച, ഒപ്പം AKG പൊടോത്തുരുത്തി, പാലിച്ചാൻ അച്ചാന്തുരുത്തി B ടീം, VBC കുറ്റിവയൽ. ഈ 5 ടീമുകളാണ് ഒന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. വിസിൽ മുഴങ്ങാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിൽ സ്റ്റാർട്ട് ആരംഭിക്കുന്നു. മത്സരം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാ ടീമുകളും തയ്യാറായി കഴിഞ്ഞു. ഇരുപത്തിയഞ്ച് പേർ തുഴയും പുരുഷന്മാരുടെ വിഭാഗത്തിൽ ആദ്യ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. 950 മീറ്റർ നീളമുള്ള ട്രാക്കിൻ്റെ ഏതാണ്ട് മധ്യത്തോടടുക്കുമ്പോൾ AKG മയിച്ച ഒന്നാം സ്ഥാനത്തേക്കെത്താനുള്ള കുതിപ്പിലാണ്. പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം അത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വാശിയേറിയ മത്സരമാണ്. ന്യൂ ബ്രദേഴ്സ് മയിച്ച, VBC കുറ്റിവയൽ, ഈ ടീമുകളും വാശിയേറിയ മത്സരത്തിലാണ്. VBC കുറ്റിവയൽ ഒപ്പം ന്യൂ ബ്രദേഴ്സ് മയിച്ചയെ സംബന്ധിച്ചിടത്തോളം പുതിയ വള്ളത്തിലാണ് അവർ ഇത്തവണ മഹാത്മാഗാന്ധി ട്രോഫിക്കായുള്ള ഉത്തര മലബാർ ജലോത്സവത്തിൽ മാറ്റൊരുക്കാൻ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യന്തം വാശിയേറിയ മത്സരമായിരിക്കും നടക്കുക. പക്ഷേ AKG മയിച്ച മധ്യത്തോടടുക്കുമ്പോൾ, അതായത് ട്രാക്കിൻ്റെ മധ്യഭാഗം പിന്നിടുമ്പോൾ വ്യക്തമായ മുൻതൂക്കത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് വേണം കരുതാൻ. AKG മയിച്ച ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് വേണം കരുതാൻ. അത്രത്തോളം വ്യക്തമായ ആതിഥ്യം AKG മയിച്ച നേടിയിരിക്കുന്നു. പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമോ എന്ന വാശിയേറിയ മത്സരം. AKG പൊടോത്തുരുത്തിയുണ്ട്, ന്യൂ ബ്രദേഴ്സ് മയിച്ചയുണ്ട്, VBC കുറ്റിവയലുണ്ട്. അത്യന്തം വാശിയേറിയ മത്സരമാണ്. 25 പേർ തുഴയും വിഭാഗത്തിൽ തേജസ്വിനി പുഴയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച വാശിയേറിയ പോരാട്ടം. മഹാത്മാഗാന്ധി ട്രോഫി ജലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ, ഏറ്റവും വാശിയേറിയ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരമാണ് 25 പേർ തുഴയും വിഭാഗത്തിലുള്ള മത്സരം. അതിൻ്റെ ആദ്യ ഹീറ്റ്സ് മത്സരമാണ് പുരോഗമിക്കുന്നത്. ഒന്നാമത്തെ ഹീറ്റ്സിൽ AKG മയിച്ച, രണ്ടാമത്തേതിൽ ന്യൂ ബ്രദേഴ്സ് മയിച്ച, 3-ൽ AKG പൊടോത്തുരുത്തി, 4-ൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം, 5-ാമത്തേതിൽ VBC കുറ്റിവയൽ. ഇങ്ങനെയാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം AKG മയിച്ച ഒന്നാം സ്ഥാനത്ത് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും മനോഹരമായ മത്സരം, ഏറ്റവും ആവേശകരമായ മത്സരം,
പാലിച്ചുന ചാന്തുരുത്തി ബി ടീം അത് രണ്ടാം സ്ഥാനത്തെത്തുമോ എന്ന രീതിയിലുള്ള മത്സരം, ആവേശകരമായ മത്സരത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലൂടെ മാത്രമേ, ഫിനിഷിംഗ് പൂർത്തിയാക്കുന്നതിലൂടെ മാത്രമേ ഏത് ടീമാണ് വിജയിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ, അത് നിർണ്ണയിക്കാൻ വേണ്ടി കഴിയും. അത്യന്തം വാശിയേറിയ മത്സരം. ഫോട്ടോ ഫിനിഷിലൂടെ വിജയികളെ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്ന സാഹചര്യം നിലനിൽക്കുന്ന മത്സരമാണ് പുരോഗമിക്കുന്നത്. മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഉത്തര മലബാർ ജലോത്സവത്തിൻ്റെ 25 പേർ തുഴയും പുരുഷ വിഭാഗത്തിൽ ഹീറ്റ്സ് മത്സരങ്ങൾ, ആദ്യ ഹീറ്റ്സ് മത്സരം അവസാനിക്കുമ്പോൾ AKG മയിച്ച ഒന്നാം സ്ഥാനത്തെത്തുന്നു. പാലിച്ചോന ചാന്തുരുത്തി ബി ടീം രണ്ടാം സ്ഥാനത്തുമായി എത്തിച്ചേരുകയാണ്. ആവേശകരമായ മത്സരമായിരുന്നു. ന്യൂ ബ്രദേഴ്സ് മയിച്ചയും VBC കുറ്റിവയലും AKG പടോത്തുരുത്തിയും ഈ ടീമുകളും വാശിയേറിയ മത്സരങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ AKG മയിച്ച ഒന്നാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഹീറ്റ്സിൽ പാലിച്ചോന ചാന്തുരുത്തി ബി ടീം രണ്ടാം സ്ഥാനത്തുമായി ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണ്. ആവേശകരമായ മത്സരം രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോഴും പക്ഷേ കാണികൾക്കും ആസ്വാദകർക്കും ഒട്ടും കുറവില്ല. ആദ്യ ദിവസത്തെ പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്ന സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അല്പം സങ്കടകരമായ കാര്യമായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി തിങ്കളാഴ്ചയായിട്ടും പ്രവൃത്തി ദിവസമായിട്ട് കൂടി കുട്ടികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് തേജസ്വിനി പുഴയിൽ കോട്ടപ്പുറം പാലത്തിന് മുകളിലും തേജസ്വിനി പുഴയുടെ അരികിലുമായി തിങ്ങി നിറഞ്ഞത്. ആദ്യ ഹീറ്റ്സ് മത്സരത്തിൽ AKG മയിച്ചയും പാലിച്ചോൻ ചാന്തുരുത്തി ബി ടീമും ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണ്. ഉത്തര മലബാർ ജലോത്സവത്തിൻ്റെ 25 പേർ തുഴയും പുരുഷന്മാരുടെ വിഭാഗത്തിലെ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരമാണ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ഹീറ്റ്സ് ആവേശകരമായി അവസാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിൽ AKG മയിച്ച ഒപ്പം പാലിച്ചോൻ ചാന്തുരുത്തി ബി ടീം, രണ്ട് ടീമുകൾ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരമാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന ടീമുകളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ട്രാക്കിൽ വയൽക്കര വെങ്ങാട്ട്, രണ്ടാമത്തെ ട്രാക്കിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി, ആതിഥേയരായ അഴീക്കോടൻ അച്ചാന്തുരുത്തിയാണ്. മൂന്നാമത്തെ ട്രാക്കിൽ പാലിച്ചോന ചാന്തുരുത്തി A ടീം, നാലാമത്തെ ട്രാക്കിൽ കൃഷ്ണപിള്ള കാവുഞ്ചിറ. ഈ 4 ടീമുകളാണ് രണ്ടാമത്തെ ഹീറ്റ്സിൽ അണിനിരക്കുന്നത്. ഏറ്റവും മനോഹരമായ മത്സരമായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം പ്രഗത്ഭരായ ടീമുകളാണ്. വയൽക്കര വെങ്ങാട്ട് കഴിഞ്ഞ തവണത്തെ മഹാത്മാഗാന്ധി ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചാമ്പ്യന്മാരായ ടീമുകൾ വയൽക്കര വെങ്ങാട്ട്, അഴീക്കോടൻ അച്ചാന്തുരുത്തിയാകട്ടെ അത്രത്തോളം മനോഹരമായ മത്സരങ്ങൾ കഴിഞ്ഞ തവണ എല്ലാം കാഴ്ചവെച്ച ടീമാണ് അഴീക്കോടൻ അച്ചാന്തുരുത്തി. പാലിച്ചോൻ അച്ചാന്തുരുത്തി ഏറ്റവും മികച്ച ടീമുകളാണ്. പാലിച്ചോൻ അച്ചാന്തുരുത്തിയുടെ A ടീമാണ് രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരിക്കുന്നത്. കൃഷ്ണപിള്ള കാവുഞ്ചിറ പ്രഗത്ഭരായ ടീമുകൾ. കാസർഗോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നാണ് കൃഷ്ണപിള്ള കാവുഞ്ചിറ. അത്രത്തോളം മനോഹരമായ രണ്ടാമത്തെ ഹീറ്റ്സ്, ഏറ്റവും വാശിയേറിയ മത്സരത്തിനായിരിക്കും രണ്ടാമത്തെ ഹീറ്റ്സും സാക്ഷ്യം വഹിക്കുക. പ്രേക്ഷകർക്കായി രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന ടീമുകൾ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ വയൽക്കര വെങ്ങാട്ട്, രണ്ടാമത്തെ ട്രാക്കിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി, മൂന്നാമത്തെ ട്രാക്കിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി A ടീം, നാലാമത്തെ ട്രാക്കിൽ കൃഷ്ണപിള്ള കാവുഞ്ചിറ. മത്സരം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് ടീമുകൾ റെഡിയായിരിക്കുന്നു. വീസിൽ മുഴങ്ങാൻ പോകുന്നു. മത്സരം ആരംഭിക്കുകയായി. രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്നു. രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഹീറ്റ്സിൽ നേരത്തെ പറഞ്ഞു വയൽക്കര വെങ്ങാട്ട്, അഴീക്കോടൻ അച്ചാന്തുരുത്തി, പാലിച്ചോന ചാന്തുരുത്തി A ടീം, കൃഷ്ണപിള്ള കാവുഞ്ചിറ. ഈ 4 ടീമുകളാണ് രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. ഉത്തര മലബാർ ജലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ 25 പേർ തുഴയും പുരുഷന്മാരുടെ വിഭാഗത്തിലെ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം. ഇതിൽ പരാജയപ്പെട്ടാൽ പുറത്താവുക മാത്രമാണ് കാര്യം. ആദ്യം ജയിക്കുന്ന 2 ടീമുകൾക്ക് മാത്രമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിയുക. അത്രത്തോളം വാശിയേറിയ മത്സരമായിരിക്കും രണ്ടാമത്തെ ഹീറ്റ്സിൽ നടക്കുക. വയൽക്കര വെങ്ങാട്ട്, അഴീക്കോടൻ അച്ചാന്തുരുത്തി, പാലിച്ചോൻ അച്ചാന്തുരുത്തി A ടീം, കൃഷ്ണപിള്ള കാവുഞ്ചിറ. ഈ 4 ടീമുകൾ തേജസ്വിനി പുഴയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച അത്രത്തോളം വാശിയേറിയ മത്സരം. രണ്ടാം ദിനത്തിലും വാശിക്കൊട്ടും കുറവില്ല. തേജസ്വിനിയുടെ കരയിൽ ആവേശത്തിൻ്റെ കൊടുമുടി തീർത്ത ആസ്വാദക സഹസ്രങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ വിജയത്തിൻ്റെ കൊടുമുടിയല്ലാതെ മറ്റൊന്നും കാഴ്ചവെക്കാൻ ഈ ടീമുകൾക്ക് കഴിയില്ല. അത്രത്തോളം മനോഹരമായ മത്സരമായിരിക്കും കാഴ്ചവെക്കുക. വയൽക്കര വെങ്ങാട്ട്, അഴീക്കോടൻ അച്ചാന്തുരുത്തി, പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം, കൃഷ്ണപിള്ള കാവുഞ്ചിറ.
ഉത്തരമലബാർ ജലോത്സവത്തിന് രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം അഴീക്കോടൻ അച്ചാന്തുരുത്തി ഒരു നേരിയ മുൻതൂക്കം നേടിയിരിക്കുന്നു. വയൽക്കര വെങ്ങാട്ട് തൊട്ട് പിറകിലുണ്ട്. രണ്ട് ടീമുകളും ആവേശകരമായ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം അഴീക്കോടൻ അച്ചാന്തുരുത്തിയാണോ വയൽക്കര വെങ്ങാട്ടാണോ ഒന്നാം രണ്ടും സ്ഥാനത്തെത്തുന്നതെന്ന് പറയാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ എങ്കിലും ഏറ്റവും നേരിയ മുൻതൂക്കം അഴീക്കോടൻ അച്ചാന്തുരുത്തി. ആതിഥേയരായ അഴീക്കോടൻ അച്ചാന്തുരുത്തി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. വയൽക്കര വെങ്ങാട്ട് രണ്ടാം സ്ഥാനത്തെത്തുന്നു. ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ എന്ന് വേണമെങ്കിൽ പറയാൻ. അത്രത്തോളം മനോഹരമായ, അത്രത്തോളം വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം അവസാനിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അഴീക്കോടൻ അച്ചാന്തുരുത്തി ഒന്നാം സ്ഥാനത്തെത്തുന്നു. രണ്ടാം സ്ഥാനത്ത് വയൽക്കര വെങ്ങാട്ട്. രണ്ട് ടീമുകളും ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. എങ്കിൽ കൂടി പാലിച്ചോന അച്ചാന്തുരുത്തി ടീമും കൃഷ്ണപിള്ള കാവുഞ്ചിറയും ഈ രണ്ട് ടീമുകളും ആവേശകരമായ മത്സരം തന്നെ കാഴ്ചവെച്ചു. എങ്കിലും വയൽക്കര വെങ്ങാട്ടും അഴീക്കോടൻ അച്ചാന്തുരുത്തിയും ഈ രണ്ട് ടീമുകളും ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണ്. ഇതാ ചെറുവത്തൂരിന്റെ അത്ഭുതം. ഒരു വീടിനും അടുക്കളയ്ക്കും ആവശ്യമുള്ളതെല്ലാം 5300 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ക്രോക്കറി ഐറ്റംസ്, ചവിട്ടികൾ, ഫ്ലോർ മാറ്റ്, മൺപാത്രങ്ങൾ, കിച്ചൺ ആക്സസറീസ്, നോൺ സ്റ്റിക് ഐറ്റംസ്, ബെഡ്ഷീറ്റ്, ബെഡ് കവർ, ബെഡ് പില്ലോ, നാടൻ കൂട്ട, നാടൻ പായ, ഓട്ടുരുളി, നിലവിളക്ക്, പറ, ഓട്ടുതലിക, ഡിന്നർ സെറ്റ്, സീലിംഗ് ഫാൻ, വാൾ ഫാൻ, മിക്സി, ഗ്രൈൻഡർ, ഇൻഡക്ഷൻ കുക്കർ, എമർജൻസി തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ഓർത്തോളൂ, വീട്ടിലേക്ക് എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് ഗിഫ്റ്റായി നൽകാനും ഒരൊറ്റ വാക്ക് അസ്ക ട്രേഡേഴ്സ്. വീട് വിട്ടാൽ മറ്റൊരു വീട്. ബസ് സ്റ്റാൻഡ്, ചെറുവത്തൂർ. കോൺടാക്ട് 0467 2264 കല്യാണ ആവശ്യങ്ങൾക്കും ഗൃഹപ്രവേശനങ്ങൾക്കുമുള്ള പർച്ചേസിൽ പ്രത്യേക ഇളവുകൾ. ഉത്തരമലബാർ ജലോത്സവം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും നീലേശ്വരം നഗരസഭയും ഒപ്പം കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംഘടിപ്പിക്കുന്ന ഉത്തരമലബാർ ജലോത്സവത്തിൻ്റെ 25 പേർ തുഴയും വിഭാഗത്തിൻ്റെ അവസാന ഹീറ്റ്സ് മത്സരമാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാ ടീമുകളും എത്തിക്കഴിഞ്ഞു. 4 ടീമുകളാണ് അവസാനത്തെ മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത്. പ്രഗത്ഭരായ ടീമുകൾ, ജില്ലയുടെ ഏറ്റവും കൊലകൊമ്പന്മാരായ ടീമുകളാണ് അവസാനത്തെ ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ EMS മുഴക്കിയിൽ, രണ്ടാമത്തെ ട്രാക്കിൽ റെഡ് സ്റ്റാർ കരിങ്കോട്, മൂന്നാമത്തെ ട്രാക്കിൽ വയൽക്കര മയിച്ച, നാലാമത്തെ ട്രാക്കിൽ AKG പൊടോത്തുരുത്തി B ടീം. ഈ 4 ടീമുകളാണ് ഇപ്പോൾ മൂന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് എല്ലാ ടീമുകളും. കൃത്യമായ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാ ടീമുകളും എത്തിച്ചേർന്നു. അതിന് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരണമാണ് നടക്കുന്നത്. ഏറ്റവും വാശിയേറിയ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആവേശത്തിന് തെല്ലും കുറവില്ലാതെയാണ് ഉത്തരമലബാർ ജലോത്സവത്തിൻ്റെ 25 പേർ തുഴയും മത്സരത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചത്. ഒന്നാമത്തെ ഹീറ്റ്സിൽ AKG മയിച്ചയും പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീമും ഫൈനലിലേക്ക് യോഗ്യത നേടിയപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി, വയൽക്കര വെങ്ങാട്ട് ടീമുകളാണ് ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഹീറ്റ്സിൽ ഫൈനലിൽ അവർക്കൊപ്പം മത്സരിക്കാൻ യോഗ്യത നേടുന്ന 2 ടീമുകൾ ഏതാണ് എന്ന് വ്യക്തമാകും. അതോടുകൂടി 25 പേർ തുഴയും പുരുഷന്മാരുടെ വിഭാഗത്തിലെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. അവസാന മത്സരത്തിൽ കൊമ്പന്മാരായ 4 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. EMS മുഴക്കിയിൽ, റെഡ് സ്റ്റാർ കരിങ്കോട്, വയൽക്കര മയിച്ച, AKG പൊടോത്തുരുത്തി B ടീം. ഈ 4 ടീമുകൾ തയ്യാറായി കഴിഞ്ഞു. മത്സരം ഇതാ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. വിസിൽ മുഴങ്ങുന്നതോടുകൂടി മത്സരം ആരംഭിക്കുകയാണ്. ടീമുകളെല്ലാം റെഡിയായി കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇനി ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശം, വിസിൽ മുഴങ്ങിയാൽ മത്സരം ആരംഭിക്കുക. വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു, മത്സരം ആരംഭിക്കുകയാണ്. 4 ടീമുകളും ഒപ്പത്തിനൊപ്പം മുന്നേറാൻ വേണ്ടി പോകുന്ന കാഴ്ച. 4 ടീമുകളും ഒപ്പത്തിനൊപ്പം ജില്ലയുടെ കൊലകൊമ്പന്മാരായ 4 വള്ളംകളി ടീമുകൾ. ഏത് ടീമാണ് വിജയിക്കുക എന്ന് നമുക്ക് ഫിനിഷിംഗ് പോയിന്റ് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. അത്രത്തോളം വാശിയേറിയ മത്സരങ്ങൾക്കാണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ തുടക്കമായിരിക്കുന്നത്. വള്ളംകളി പ്രേമികൾക്ക് കൊടുമുടിയോളം ഉയരമുള്ള ആവേശവുമായി ഇതാ ഉത്തരമലബാർ ജലോത്സവത്തിൻ്റെ മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരം പുരോഗമിക്കുന്നു. EMS മുഴക്കിയിൽ, റെഡ് സ്റ്റാർ കരിങ്കോട്, വയൽക്കര മയിച്ച, AKG പൊടോത്തുരുത്തി B ടീം. അത്യന്തം വാശിയേറിയ മത്സരം. പക്ഷേ അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ട്രാക്കിൻ്റെ മധ്യഭാഗം പിന്നിടുമ്പോൾ AKG പൊടോത്തുരുത്തി വ്യക്തമായ ലീഡിലേക്ക് മുന്നേറുന്നു. ഒരു വള്ളപ്പാട് അകലെയാണ് AKG പൊടോത്തുരുത്തിയുടെ മുന്നേറ്റം.
അത്യന്തം വാശിയേറിയ മത്സരം. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് മറ്റ് 3 ടീമുകൾ നടത്തുന്നത്. EMS, മുഴക്കീൽ, സർക്കാരിങ്കോട്, വയൽക്കരമായി ചെയ്യും 3 ടീമുകൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം മുന്നേറ്റം AKG പടോത്തുരുത്തി B ടീം നടത്തിയിരിക്കുന്നു. 1.5 വള്ളപ്പാടം അകലേക്ക് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു AKG പടോത്തുരുത്തി. അത്യന്തം ആവേശകരമായ മത്സരം. മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ EMS മുഴക്കീരും റസ്റ്റോർക്കാരും വയൽക്കരമായി ചെയ്യും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി 3 ടീമുകളും മത്സരിക്കുന്നു. AKG പടോത്തുരുത്തി വ്യക്തമായ ലീഡ് മൂന്നാമത്തെ ഹീറ്റ്സിൽ നേടിയിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ ചിത്രമാണിപ്പോൾ കാണുന്നത്. മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൻ്റെ ഫൈനൽ മത്സരം അവസാനിക്കുമ്പോൾ AKG പടോത്തുരുത്തി 2 വള്ളപ്പാടം അകലത്തിൽ വിജയിച്ചിരിക്കുന്നു. AKG പടോത്തുരുത്തി 2 വള്ളപ്പാടം അകലത്തിൽ വിജയിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് EMS മുഴക്കീലാണ്. EMS മുഴക്കീലാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. റെഡ് സ്റ്റാർ കാര്യംകൂടും വയൽക്കര മയിച്ചയും വിജയം നേടാൻ സാധിച്ചില്ല. എങ്കിലും അത്യന്തം ആവേശകരമായ മത്സരമാണ് ഈ ടീമുകളെല്ലാം കാഴ്ചവെച്ചത്. ഈ ടീമുകളെല്ലാം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിലാണ്. വിവിധ ഘട്ടങ്ങളിലായി നെഹ്റു മഹാത്മാഗാന്ധി ട്രോഫി മത്സരത്തിൽ ജലോത്സവത്തിൽ വിവിധ ഘട്ടങ്ങളിലായി ചാമ്പ്യന്മാരായ ടീമുകളാണ്. പക്ഷേ എങ്കിൽ കൂടി ഓരോ ഘട്ടങ്ങളിലും ടീമുകൾക്ക് എല്ലാ ഘട്ടങ്ങളിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിൽ കൂടി ഇത്തവണ വളരെ മികച്ച മത്സരങ്ങളാണ് ഈ 4 ടീമുകളും കാഴ്ചവെച്ചത്. മൂന്നാമത്തെ ഹീറ്റ്സിൽ EMS മുഴക്കയിൽ, റെഡ് സ്റ്റാർ കാര്യംകോട്, വയൽക്കര മയിച്ച AKG പടോത്തുരുത്തി B ടീം എന്നീ ടീമുകളാണ് മത്സരിച്ചത്. ഇതിൽ AKG പടോത്തുരുത്തി B ടീം ഫൈനലിലേക്ക് 1ാം സ്ഥാനത്തോടെ യോഗ്യത നേടിയെങ്കിൽ 2ാം സ്ഥാനം EMS മുഴക്കയിലാണ്. 2 ടീമുകളും ഫൈനലിലേക്ക് മത്സരത്തിൽ യോഗ്യത നേടിയിരിക്കുന്നത്. ഇതോടെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്ന ടീമുകളെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. 1ാമത്തെ ഹീറ്റ്സിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ AKG മയിച്ച പാലിച്ചോന ചാന്തുരുത്തി B ടീം. 2ാമത്തെ ഹീറ്റ്സിൽ ജയിച്ചത് അഴീക്കോട്ട ചാന്തുരുത്തി വയൽക്കര വെങ്ങാട്ടാണ്. 3ാം ഹീറ്റ്സിൽ AKG പടോത്തുരുത്തി EMS മുഴക്കയിൽ. ഉത്തരമലബാർ ജലോത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഇനം, ഏറ്റവും ആകർഷകമായ ഇനം വനിതകളുടെ 15 പേർ തുഴയും മത്സര വിഭാഗത്തിൻ്റെ ഫൈനൽ മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടീമുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. കുറേ വർഷങ്ങളായി കുത്തകയായി വച്ചിരിക്കുന്ന ഈ വനിതകളുടെ ട്രോഫി സ്വന്തമാക്കി കുത്തകയാക്കി വെച്ചിരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന കൃഷ്ണപിള്ള കാവുഞ്ചിറ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ വനിതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമായ കൃഷ്ണപിള്ള കാവുഞ്ചിറയുടെ A-B ടീമുകൾ ഇത്തവണ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത. ഒപ്പം വയൽക്കര വെങ്ങാട്ട്, റെഡ് സ്റ്റാർ കാര്യംകോട്, പാലിച്ചോന ചാന്തുരുത്തി, ഒപ്പം AKG മയിച്ച, അങ്ങനെ 6 ടീമുകൾ വനിതകളുടെ വളയിട്ട കൈകൾ കൊണ്ട് പുഷ്പം പോലെ പങ്കായം തേജസ്വിനി പുഴയുടെ വിരിമാറിലേക്ക് എറിഞ്ഞ് വിജയത്തിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി വനിതകളുടെ ഏറ്റവും മനോഹരമായ മത്സരം ഇത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 6 ടീമുകളും എത്തിച്ചേർന്നിരിക്കുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശം, എല്ലാ ടീമുകളും റെഡിയാകുന്നു. മത്സരം ആരംഭിക്കാൻ ഇതാ നിമിഷങ്ങൾ മാത്രം ബാക്കി. വനിതകളുടെ ഏറ്റവും മനോഹരമായ ഫൈനൽ മത്സരം. പ്രഗത്ഭരായ 6 ടീമുകൾ: കൃഷ്ണപിള്ള കാവുഞ്ചിറ A ടീം, വയൽക്കര വെങ്ങാട്ട്, റെഡ് സ്റ്റാർ കാര്യംകോട്, പാലിച്ചാന ചാന്തുരുത്തി, കൃഷ്ണപിള്ള കാവുഞ്ചിറ B ടീം, AKG മയിച്ച. 25 മുതൽ 78 വയസ്സ് വരെ പ്രായമുള്ള വനിതകളാണ് ഈ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന പ്രത്യേകത. വനിതകളുടെ ഫൈനൽ മത്സരത്തിൻ്റെ വീറും വാശിയും ഏറ്റുന്നു എന്ന പ്രത്യേകത. ഫൈനൽ മത്സരം തൊഴിലുറപ്പും മറ്റ് കൂലിത്തൊഴിലും എല്ലാം എടുക്കുമ്പോഴും തുഴച്ചിലും ഈ വള്ളംകളി മത്സരവും നെഞ്ചേറ്റുന്ന വനിതകൾ ഈ തേജസ്വിനി പുഴയുടെ ഓളപ്പരപ്പുകളെ അവർ പുളകിതമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഫൈനൽ മത്സരം ആരംഭിക്കാൻ പോകുന്നു. വിസിൽ ഇതാ വരുന്നു.
ടെക്നിക്കൽ കമ്മിറ്റി എല്ലാ പരിശോധനകളും പൂർത്തിയാക്കുന്ന ഫൈനൽ മത്സരം ആരംഭിക്കുകയായി. ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ ഒപ്പത്തിനൊപ്പം എല്ലാ ടീമുകളും 6 ടീമുകളും ഇതാ ഒപ്പത്തിനൊപ്പമുള്ള മത്സരം തങ്ങളുടെ കുത്തക ഇത്തവണയും നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കൃഷ്ണപിള്ള കാവുഞ്ചിറ A-B ടീമുകളൊപ്പം അട്ടിമറിക്ക് സാധ്യതയുള്ള വയൽക്കര വെങ്ങാട്ട് റെഡ് സ്റ്റാർ കാര്യങ്കോട് കൃഷ്ണപിള്ള കാവ് AKG മയിച്ച പാലിച്ചോന ചാന്തുരുത്തി ഈ ടീമുകളും ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ഒപ്പത്തിനൊപ്പമുള്ള മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. തേജസ്വിനി പുഴയ്ക്ക് ഒരു ചരിത്രമുണ്ട്. പോരാട്ടത്തിൻ്റെയും കനലെരിയുന്ന പോർവീര്യത്തിൻ്റെയും പോരാടി നേടിയ വിജയത്തിൻ്റെയും ചരിത്രമാണ് തേജസ്വിനിക്ക് പറയാനുള്ളത്. തേജസ്വിനിയുടെ ഓരോ ഓളപ്പരപ്പിനും ആ പഴയ പോരാട്ടത്തിൻ്റെയും സമരവീര്യത്തിൻ്റെയും ചരിത്രമുണ്ട് പറയാൻ. ആ തേജസ്വിനിയുടെ ഓളപ്പരപ്പുകളിൽ പുതിയ പോരാട്ടത്തിൻ്റെ പോർമുഖം തുറന്നിത വനിതകളുടെ ഫൈനൽ മത്സരം. 15 പേർ തുഴയും വനിതകളുടെ ഫൈനൽ മത്സരം ഇതാ പുരോഗമിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി വനിതകളുടെ കിരീടം കുത്തകയാക്കി വച്ചിരിക്കുന്ന കൃഷ്ണപിള്ള കാവുഞ്ചിറക്ക് അടിതെറ്റുന്നോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അത്തരത്തിലുള്ള മനോഹരമായ മത്സരം, വീറും വാശിയും നിറഞ്ഞ മത്സരത്തിലിതാ വയൽക്കര വെങ്ങാട്ട് കൃഷ്ണപിള്ള കാവുഞ്ചിറയെ പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. വയൽക്കര വെങ്ങാട്ട് ഫൈനൽ മത്സരത്തിൽ വനിതകളുടെ കുത്തകയാക്കി വച്ചിരിക്കുന്ന കൃഷ്ണപിള്ളയെ അട്ടിമറിച്ച് വയൽക്കര വെങ്ങാട്ട് ഇതാ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. കൃഷ്ണപിള്ള കാവുഞ്ചിറ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. വയൽക്കര വെങ്ങാട്ട് ജേതാക്കളാകുന്ന വനിതകളുടെ മത്സരത്തിൽ വയൽക്കര വെങ്ങാട്ട് ജേതാക്കളാകുന്നു. 2ാം സ്ഥാനത്തേക്ക് കൃഷ്ണപിള്ള കാവുഞ്ചിറ എത്തിച്ചേരുന്നു. ഇതാ ചെറുവത്തൂരിന്റെ അത്ഭുതം. ഒരു വീടിനും അടുക്കളയ്ക്കും ആവശ്യമുള്ളതെല്ലാം 5300 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ക്രോക്കറി ഐറ്റംസ്, ചവിട്ടികൾ, ഫ്ലോർ മാറ്റ്, മൺപാത്രങ്ങൾ, കിച്ചൺ ആക്സസറീസ്, നോൺ സ്റ്റിക് ഐറ്റംസ്, ബെഡ്ഷീറ്റ്, ബെഡ് കവർ, ബെഡ് പില്ലോ, നാടൻ കൂട്ട, നാടൻ പായ, ഓട്ടുരുളി, നിലവിളക്ക്, പറ, ഓട്ടുതലിക, ഡിന്നർ സെറ്റ്, സീലിംഗ് ഫാൻ, വാൾ ഫാൻ, മിക്സി, ഗ്രൈൻഡർ, ഇൻഡക്ഷൻ കുക്കർ, എമർജൻസി തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ഓർത്തോളൂ, വീട്ടിലേക്ക് എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് ഗിഫ്റ്റായി നൽകാനും ഒരൊറ്റ വാക്ക് അസ്ക ട്രേഡേഴ്സ്. വീട് വിട്ടാൽ മറ്റൊരു വീട്. ബസ് സ്റ്റാൻഡ്, ചെറുവത്തൂർ. കോൺടാക്ട് 0467 2264 755. കല്യാണ ആവശ്യങ്ങൾക്കും ഗൃഹപ്രവേശനങ്ങൾക്കുമുള്ള പർച്ചേസിൽ പ്രത്യേക ഇളവുകൾ. ഉത്തരമലബാർ ജലോത്സവത്തിൻ്റെ ഫൈനൽ മത്സരം ഇതാ ആരംഭിക്കാൻ പോകുന്നു. തേജസ്വിനി പുഴയിലെ ചാന്തുരുത്തി പാലത്തിന് സമീപം ഇരു കരകളിലും തിങ്ങി നിറഞ്ഞ കാണികളെ ആകാംക്ഷയുടെ മുൾമുനിലേക്ക് എത്തിക്കുന്ന മത്സരം. ഫൈനൽ മത്സരത്തിൽ കൊലകൊമ്പന്മാരാണ് അണിനിരക്കുന്നത്. AKG പൊടോത്തുരുത്തി, AKG മയിച്ച, EMS മുഴക്കിയിൽ, അഴീക്കോടൻ അച്ചാന്തുരുത്തി, പാലിച്ചോന ചാന്തുരുത്തി, B ടീം, വയൽക്കര വെങ്ങാട്ട്. 6 കൊലകൊമ്പന്മാർ ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ള ഒരുക്കത്തിലാണ്. ഈ 6 ടീമുകളിൽ 6 വിജയിച്ചാലും അത് ചരിത്രമാണ്. 6 കൊലകൊമ്പന്മാരാണ് മത്സരിക്കുന്നത്. 6 ടീമുകൾ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത ഉത്തര മലബാർ ജലോത്സവത്തിൻ്റെ ഈ ഫൈനൽ മത്സരത്തിനുണ്ട്. അത്രത്തോളം പ്രഗത്ഭരായ ടീമുകളാണ് 6 ടീമുകളും. AKG പൊടോത്തുരുത്തി വെള്ളയും ചുവപ്പുമണിഞ്ഞ ജേഴ്സിയിൽ, AKG മയിച്ച, EMS മുഴക്കിയിൽ, അഴീക്കോടൻ അച്ചാന്തുരുത്തി പച്ച ജേഴ്സിയിൽ, പാലിച്ചോൻ അച്ചാന്തുരുത്തി, വയൽക്കര വെങ്ങാട്ട് വെള്ളയും ചുവപ്പും കലർന്ന ജേഴ്സിയിൽ അണിനിരക്കുന്നു. 1ാമത്തെ ട്രാക്കിൽ AKG പൊടോത്തുരുത്തി, 2ൽ AKG മയിച്ച, 3ൽ EMS മുഴക്കിയിൽ, 4ൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി, 5ൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം, 6ൽ വയൽക്കര വെങ്ങാട്ട്. ഉത്തര മലബാർ ജലോത്സവത്തിൻ്റെ ഫൈനൽ മത്സരം. ഇത്തവണ മഹാത്മാഗാന്ധി ട്രോഫിയിൽ ആര് മുത്തമിടും എന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അറിയാൻ കഴിയും. തേജസ്വിനി പുഴയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചെത്തുന്ന ഉഷിരൻ വള്ളം കളി ടീമുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഫൈനൽ മത്സരം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് ടീമുകൾ. ഇനി മത്സരം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഇതാ ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. 6 കൊലകൊമ്പന്മാർ ഒന്നിച്ച് മുന്നേറുന്നു. ഒറ്റ മനസ്സോടെ, വിജയം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒറ്റ മനസ്സോടെ 6 ടീമുകളും മുന്നോട്ട് കുതിക്കുന്നു. AKG പൊടോത്തുരുത്തിയാണോ, AKG മയിച്ചയാണോ, EMS മുഴക്കിയിലാണോ, അഴീക്കോടൻ അച്ചാന്തുരുത്തിയാണോ, പാലിച്ചോൻ അച്ചാന്തുരുത്തിയാണോ, വയൽക്കര വെങ്ങാട്ടാണോ,
ഒന്നും പറയാൻ കഴിയുന്നില്ല. അത്രത്തോളം ആവേശകരമായ മത്സരം. ഇതാ ട്രാക്കിൻ്റെ പകുതിയോടടുക്കുമ്പോഴും ഇപ്പോഴും ആര് മുന്നിലേക്ക് കടന്നു വരുന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അത്രത്തോളം മനോഹരമാണ്, അത്രത്തോളം വാശി നിറഞ്ഞതാണ് ഈ ഫൈനൽ മത്സരം. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആകാംക്ഷയിലാണ് കാണികളാകെ. ഈ പാലത്തിൻ്റെ മുകളിലും തേജസ്വിനിയുടെ കരയിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന വള്ളംകളി പ്രേമികൾക്ക് ഇതിൽ പരം സന്തോഷം പകരുന്ന കാഴ്ച മറ്റെന്താണ് ഈ ഉത്തരമലബാർ ജലോത്സവത്തിൽ? അത്രത്തോളം മനോഹരമായ ഫൈനൽ മത്സരം, അത്രത്തോളം ആവേശകരമായ ഫൈനൽ മത്സരം. ആ ഫൈനൽ മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും നേരിയ ഒരു മുൻതൂക്കം അഴീക്കോടൻ അച്ചാന്തുരുത്തി നേടുന്നു എന്ന് പറയാം. അഴീക്കോടൻ അച്ചാന്തുരുത്തി, ആതിഥേയരായ അഴീക്കോടൻ അച്ചാന്തുരുത്തി ഇതാ മുന്നിലേക്ക് കയറുന്നു. അഴീക്കോടൻ അച്ചാന്തുരുത്തി ഇത്തവണ മഹാത്മാഗാന്ധി ട്രോഫിയിൽ മുത്തമിടുമോ എന്ന് കണ്ടറിയണം. തൊട്ട് പിന്നിൽ AKG പടോത്തുരുത്തിയുണ്ട്. AKG പടോത്തുരുത്തി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണത്തെ ഹീറ്റ്സിൽ 2 വള്ളപ്പാടം അകലെയാണ് അവർ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കടന്നെത്തിയത്. അത്രത്തോളം പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കുന്നവരാണവർ. മുന്നോട്ട് നമുക്ക് പറയാൻ കഴിയില്ല, അത്രത്തോളം വാശിയേറിയ മത്സരം. അഴീക്കോടൻ അച്ചാന്തുരുത്തി ഇത് അവ്യക്തമായ ലീഡിലേക്ക് കടക്കുന്നു. അഴീക്കോടൻ അച്ചാന്തുരുത്തി, AKG പടോത്തുരുത്തി തൊട്ട് പിന്നിലുണ്ട്. തൊട്ട് പിന്നിൽ AKG മയിച്ചയുണ്ട്. തേജസ്വിനി പുഴയിൽ ഇപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമാണ്. ആ വേലിയേറ്റത്തിൻ്റെ സമയത്ത് ആവേശത്തിൻ്റെ മറ്റൊരു വേലിയേറ്റം തീർത്താണ് ഈ ഫൈനൽ മത്സരം പുരോഗമിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ അഴീക്കോടൻ അച്ചാന്തുരുത്തി ജേതാക്കളാവുന്നു. അഴീക്കോടൻ അച്ചാന്തുരുത്തി ഇതാ ഇത്തവണത്തെ മഹാത്മാഗാന്ധി ട്രോഫിക്ക് മുത്തമിടുന്നു. അഴീക്കോടൻ അച്ചാന്തുരുത്തി ഒന്നാമതെത്തുന്നു. ഫൈനലിൽ ഇത്തവണത്തെ ജലരാജാക്കന്മാരായി അഴീക്കോടൻ അച്ചാന്തുരുത്തി മാറുന്നു. 2ാം സ്ഥാനം AKG പടോത്തുരുത്തിക്കാണ്. AKG പടോത്തുരുത്തി 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. AKG മയിച്ച 3ാം സ്ഥാനം നേടുന്നു. AKG പടോത്തുരുത്തി 2, AKG മയിച്ച 3. ഇത്തവണത്തെ ജലരാജാക്കന്മാരായ അഴീക്കോടൻ അച്ചാന്തുരുത്തി മാറുന്നു. പ്രേക്ഷകർ കാണികളാകെ കയ്യടിയോടെ ആവേശത്തോടെ ആതിഥേയരായ അഴീക്കോടൻ അച്ചാന്തുരുത്തിയുടെ വിജയത്തെ ഏറ്റുവാങ്ങുകയാണ്. എത്ര വാശിയോടെയാണ് ഈ 6 വള്ളങ്ങൾ ഫൈനലിൽ തുഴഞ്ഞെത്തിയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആരും ഇവിടെ പരാജയപ്പെടുന്നില്ല. അത്രത്തോളം വാശിയാണ് ഈ ടീമുകൾക്കെല്ലാം. എങ്കിലും 1, 2, 3 സ്ഥാനം നേടുക എന്നത് ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വിധി നിർണ്ണയം നടത്താതെ വഴിയില്ല. കാരണം ഒരു മത്സരമാകുമ്പോൾ വിജയം വേണം. ആ വിജയം എന്തായാലും നടത്തിയേ പറ്റൂ. അത്രത്തോളം വാശിയേറിയ ഒരു മത്സരത്തിൽ 6 ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് കടന്നു വന്നത്. 6 വള്ളംകളി ടീമുകൾ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൊമ്പന്മാരായ 6 വള്ളംകളി ടീമുകളാണ് ഈ ഉത്തരമലബാർ ജലോത്സവത്തിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. അതിൽ AKG പടോത്തുരുത്തി 2ാം സ്ഥാനത്തെത്തുമ്പോൾ അഴീക്കോടൻ അച്ചാന്തുരുത്തി ഇത്തവണത്തെ മഹാത്മാഗാന്ധി ട്രോഫിയിൽ മുത്തമിട്ട് ജലരാജാക്കന്മാരാവുകയാണ് ഈ ഉത്തരമലബാർ ജലോത്സവത്തിൽ. AKG മയിച്ചയ്ക്കാണ് 3ാം സ്ഥാനം. അഴീക്കോടൻ അച്ചാന്തുരുത്തി ജേതാക്കളാകുന്നു. AKG പടോത്തുരുത്തി 2ാം സ്ഥാനം, AKG മയിച്ച 3ാം സ്ഥാനം. MS മുഴക്കിയിൽ, പാലിച്ചോൻ അച്ചാന്തുരുത്തി B ടീം, വയൽക്കര വെങ്ങാട്ട് ഈ ടീമുകൾ വലിയ ആവേശത്തോടുകൂടി വലിയ പോരാട്ട വീര്യം തന്നെയാണ് ഫൈനൽ മത്സരത്തിൽ കാഴ്ചവെച്ചതെങ്കിലും വിജയത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. അഴീക്കോടൻ അച്ചാന്തുരുത്തി ഇത്തവണത്തെ ജലരാജാക്കന്മാരാവുകയാണ്.